PSC ഈസി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൽ ഈ ഡിസംബർ ലാസ്റ്റ് 2024 ഡിസംബറിൽ നടന്ന 10th ലെവൽ എക്സാമിന്റെ PSC ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനും പ്ലസ് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. കണക്ട് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ് കേട്ടോ. ബ്രിക്സിന്റെ 16ാമത്തെ ഉച്ചകോടിയാണ് റഷ്യയിൽ 2024 നടന്നത്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഞാൻ പറഞ്ഞു റഷ്യയിലാണ് കസാൻ. അതുപോലെ ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹി, അതും തെറ്റാണ്. ബ്രിക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഷാങ്ഹായ്, ചൈനയിലെ ഷാങ്ഹായ് ആണ് ബ്രിക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ചൈനയിലെ ഷാങ്ഹായ്. ബ്രിക്സ് സ്ഥിതി ചെയ്യുന്നത് ഷാങ്ഹായ് ആണ്, ചൈന. അതുപോലെ 2009 ബ്രിക്സ് രൂപം കൊണ്ടത് കറക്റ്റ് ആണ് കേട്ടോ. ബ്രിക്സിന്റെ ആസ്ഥാനം ഷാങ്ഹായ്, ചൈന. ബ്രിക്സ് രൂപം കൊണ്ടത് 2009. ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്നത് 2009 തന്നെയാണ്. റഷ്യയിൽ വെച്ചിട്ടാണ് ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്നത്. അപ്പൊ 16ാമത് ഉച്ചകോടി എപ്പോഴാണ് പറഞ്ഞത്? 2024 റഷ്യയിലെ കസാനിൽ. അങ്ങനെയാണെങ്കിൽ 15ാമത് ഉച്ചകോടി 2023 എവിടെയാണ് നടന്നത്? അത് സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിലാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിലാണ് 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. ഇനി 17ാമത് ഉച്ചകോടി നെക്സ്റ്റ് ഇയർ 2025 ബ്രസീലിലാണ് കേട്ടോ. ബ്രസീലിലാണ് 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. അപ്പൊ സൗത്ത് ആഫ്രിക്ക, റഷ്യ, ബ്രസീൽ. ബ്രിക്സ് എന്ന് പറയുന്നത് എത്ര കൺട്രീസ് ആണ്? ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. അങ്ങനെ 5 രാജ്യങ്ങളായിരുന്നു ബ്രിക്സിൽ ആദ്യം ഉണ്ടായിരുന്നത്. ബ്രസീൽ, ബ്രിക്സിന്റെ ഫസ്റ്റ് ലെറ്റർ B ആണ് ബ്രസീൽ. പിന്നെ 6 റഷ്യ, I ഫോർ ഇന്ത്യ, പിന്നെ ചൈന, പിന്നെ S ലാസ്റ്റ് സൗത്ത് ആഫ്രിക്ക. അങ്ങനെ 5 രാജ്യങ്ങളാണ് ബ്രിക്സിൽ ഉണ്ടായത്. ഇനി പുതിയ 5 രാജ്യങ്ങളും കൂടി 2024 ബ്രിക്സിന്റെ ഭാഗമായി കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യ, ഈജിപ്ത്, എത്തോപ്യ, ഇറാൻ, UAE. അങ്ങനെ 5 രാജ്യങ്ങളും കൂടി ബ്രിക്സിൽ പുതിയതായി അംഗമായി. അങ്ങനെ 2024 ബ്രിക്സ് രാജ്യങ്ങളുടെ എണ്ണം എത്രയായി? 10 രാജ്യങ്ങളാണ് നിലവിൽ ബ്രിക്സിന്റെ അംഗരാജ്യങ്ങളുടെ എണ്ണം 10 ആണ് കേട്ടോ. അപ്പൊ 2024 ബ്രിക്സിന്റെ ഉച്ചകോടി വേദി റഷ്യയിലെ കസാന്. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. ബ്രിക്സ് സ്ഥാപിതമായ ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം 2009 ദക്ഷിണാഫ്രിക്ക ബ്രിക്സിൽ അംഗമായത് 2010. ബ്രിക്സിന്റെ ആസ്ഥാനം ഷാങ്ഹായ്, ചൈനയാണ്. അതുപോലെ ബ്രിക്സ് ഉച്ചകോടി 2024 റഷ്യയിലാണെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി സമ്മാനിച്ച പരമ്പരാഗത പെയിന്റിംഗ് ഉണ്ട്. അതിന്റെ പേര് സൊഹറായി ആണ്. സൊഹറായി പെയിന്റിംഗ് നമ്മുടെ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിന് കൈമാറി കേട്ടോ. സൊഹറായി. ആ പെയിന്റിംഗ് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡ് ആണ് കേട്ടോ. ജാർഖണ്ഡ് സംസ്ഥാനത്തില് പിന്നെ ഹസാരിബാഗ് എന്ന സ്ഥലത്ത് പെയിന്റിംഗ് ആണത്. ഹസാരിബാഗ് എന്ന സ്ഥലത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പെയിന്റിംഗ് ആണ് ഈ സൊഹറായി പെയിന്റിംഗ്. അതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇന്ത്യൻ നമ്മുടെ നരേന്ദ്രമോദി പിന്നെ സമ്മാനിച്ചത് കേട്ടോ 2024. അത് നോട്ട് ചെയ്തോളൂ. ബ്രിക്സ് ഉച്ചകോടി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നാറ്റോ ഉച്ചകോടി. നാറ്റോ എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. നാറ്റോയുടെ ഫുൾ ഫോം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നോട്ട് ചെയ്തോളൂ. നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. അതിന്റെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടോ ആണ് കേട്ടോ. നെതർലാൻഡിന്റെ പ്രധാനമന്ത്രിയായ മാർക്ക് റൂട്ടോയാണ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ. ആദ്യം ആരായിരുന്നു? സ്റ്റോൾട്ടൻബർഗ് ആയിരുന്നു. സ്റ്റോൾട്ടൻബർഗ് മാറി ഇപ്പം പുതിയ സെക്രട്ടറി ജനറലായി മാർക്ക് റൂട്ടയാണ് നെതർലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ. അതുപോലെ നാറ്റോ രൂപീകൃതമായ വർഷം 1949 ആണ്. നാറ്റോയുടെ ആസ്ഥാനം PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ബ്രസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രസൽസിലാണ് നാറ്റോയുടെ ആസ്ഥാനം. നമ്മൾ ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാ പറഞ്ഞത്? ഷാങ്ഹായ്, ചൈനയല്ലേ. അതുപോലെ നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. നാറ്റോയിലെ ആകെ അംഗങ്ങൾ 32 അംഗങ്ങളാണ്. 2024 ഏറ്റവും ഒടുവിൽ സ്വീഡൻ അംഗമായതോടെ 32 അംഗരാജ്യങ്ങളാണ് നാറ്റോയിലുള്ളത്. 31ാമത് അംഗമായത് ഫിൻലൻഡ് ആണ് കേട്ടോ. ഏറ്റവും ഒടുവിൽ 32ാമത് അംഗമായ രാജ്യമാണ് സ്വീഡൻ. അപ്പൊ നാറ്റോയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 32. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. നാറ്റോയുടെ ഫുൾ ഫോം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ്. നാറ്റോയുടെ 2023 ഉച്ചകോടി വേദി ലിത്വാനിയ, വിൽനിയസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലിത്വാനിയയിലെ വിൽനിയസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാറ്റോ സമ്മിറ്റ് 2023. 2024 നാറ്റോ സമ്മിറ്റിന് വേദിയാകുന്നത് വാഷിംഗ്ടൺ ആണ്. അമേരിക്കയിലെ വാഷിംഗ്ടൺ ആണ്. 2024
നാറ്റോ ഉച്ചകോടി വേദി. ഇപ്പൊ 2023 ലിത്വാനിയ ആണെങ്കിൽ 2024 നാറ്റോ സമ്മിറ്റിന്റെ വേദി അമേരിക്കയിൽ വാഷിങ്ടൺ. അപ്പം ബ്രിക്സ് ഉച്ചകോടിയുടെ രാജ്യങ്ങൾ ഏതൊക്കെ പറഞ്ഞു? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. ആ രാജ്യങ്ങൾക്ക് പുറമെ 2024 അംഗമായ രാജ്യങ്ങൾ സൗദി, ഈജിപ്ത്, എത്തോപ്യ, ഇറാൻ, UAE. ഈ ബ്രിക്സിലെ രാജ്യങ്ങൾ പിന്നെ ഗ്ലോബൽ പോപ്പുലേഷൻ നോക്കുമ്പോൾ 42% താമസിക്കുന്ന ഈ വലിയ രാജ്യങ്ങൾ തന്നെയാണ് ബ്രിക്സിന്റെ അംഗരാജ്യങ്ങളായിട്ടുള്ള നിലവിലുള്ള 5 രാജ്യങ്ങൾ കേട്ടോ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. ലോകത്തിന്റെ ജനസംഖ്യയിൽ 42% ഉൾക്കൊള്ളുന്ന ഈ രാജ്യങ്ങളാണ്. അതുപോലെ നാറ്റോ എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ 32 രാജ്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം സ്വീഡനാണ്. 31ാമത് അംഗമായ രാജ്യം ഫിൻലാൻഡ് ആണ്. 2023 ഉച്ചകോടിയുടെ വേദി ലിത്വാനിയ ആണെങ്കിൽ 2024 ഉച്ചകോടിയുടെ വേദി വാഷിങ്ടൺ DC. അതുപോലെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് G7 എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ സംഘടനയാണ് G7. 1975 G7 രൂപീകൃതമാകുന്നത്. G7 അംഗമായ ഏക ഏഷ്യൻ രാജ്യം ജപ്പാനാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ് G7 ഉള്ളത്? ഫ്രാൻസ് ഉണ്ട്, അമേരിക്ക ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ എന്നീ രാജ്യങ്ങളാണ് 7 രാജ്യങ്ങളാണ് G7 ഉള്ളത്. അതിലുള്ള ഏക ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ് കേട്ടോ. ഇപ്പൊ 2023 G7 സമ്മിറ്റിന്റെ വേദിയും ജപ്പാനിൽ ഹിരോഷിമ ആയിരുന്നു കേട്ടോ. 2023 G7 ഉച്ചകോടിയുടെ വേദി ജപ്പാൻ. 2024 നടക്കുന്നത് ഇറ്റലിയിലാണ്. 2024 G7 ഉച്ചകോടി വേദി ഇറ്റലി. അതുപോലെ ഇറ്റലിയിൽ നടക്കുന്നത് എത്രാമത് G7 ഉച്ചകോടിയാണെന്ന് ചോദിച്ചാൽ 50ാമത് ഉച്ചകോടിയാണ് 2024 ഇറ്റലിയിലുള്ളത്. ഇനി 51ാമത് 2025 ഉച്ചകോടിയുടെ വേദി കാനഡയാണ് കേട്ടോ. കാനഡയിലാണ് 2025 G7 ഉച്ചകോടി നടക്കുന്നത്. കാനഡ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടിയും കൂടി ഇന്ന് പഠിക്കാം. G20. G7 പറഞ്ഞ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ ഉച്ചകോടിയാണല്ലേ. G7 സംഘടനയാണ്. G7 എന്ന് പറഞ്ഞ ഫ്രാൻസ്, അമേരിക്ക, ഇംഗ്ലണ്ട്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ അങ്ങനെ 7 രാജ്യങ്ങൾ G7. രൂപീകൃതമായ വർഷം 1975. 2023 ജപ്പാനിൽ ഹിരോഷിമയായിരുന്നു G7 ഉച്ചകോടിയുടെ വേദി. 2024 ഇറ്റലിയാണ്. 50ാമത് ഉച്ചകോടിയാണ് 2024 നടന്നത്. ഇനി 51ാമത് വേദി 2025 കാനഡയാണ്. G7 ഉച്ചകോടിയുടെ 2025 വേദി നോട്ട് ചെയ്തോളൂ, കാനഡ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് G20 ഉച്ചകോടിയുടെ 2024 വേദി ബ്രസീലാണ് കേട്ടോ. ബ്രസീലിലാണ് 2024 G20 ഉച്ചകോടി നടന്നത്. 2025 നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ബ്രസീലിൽ 2025 വേദിയാവുന്നത് സൗത്ത് ആഫ്രിക്ക. അപ്പം G20 ഉച്ചകോടി 2023 ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, നമ്മുടെ ഇന്ത്യയിലാണ് നടന്നത്. 2023 ഇന്ത്യയിൽ നടന്നു. 2024 ബ്രസീലിലാണ്. 2025 G20 ഉച്ചകോടിയുടെ വേദി സൗത്ത് ആഫ്രിക്കയാണ്. ഇപ്പോൾ 2023 G20 ഉച്ചകോടി നടന്ന നമ്മുടെ ഇന്ത്യയിലാണ്. അത് എത്രാമത് ഉച്ചകോടിയാണ്? 18ാമത് G20 ഉച്ചകോടിയുടെ വേദിയാണ് ഇന്ത്യ കേട്ടോ. 18ാമത്. 2024 19ാമത് G20 ഉച്ചകോടി വേദിയായത് ബ്രസീലാണെങ്കിൽ 2025 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം സൗത്ത് ആഫ്രിക്ക. നോട്ട് ചെയ്തോളൂ, സൗത്ത് ആഫ്രിക്ക. ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. G20 ഉച്ചകോടിയുടെ വേദികളാണ് പറയുന്നത് 2024 ബ്രസീൽ, 2025 സൗത്ത് ആഫ്രിക്ക.